സംസ്ഥാനത്ത് മഴക്കെടുതി തുടരുകയാണ്. കോഴിക്കോട് അന്നശ്ശേരിയിൽ 2.5 വയസ്സുകാരിയും കാസർഗോഡ് 65-കാരിയും തോട്ടിൽ വീണ് മരിച്ചു. കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് അത്തോളി സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അന്നശ്ശേരി കുളങ്ങരത്താഴത്ത് നിഖിൽ വൈഷ്ണവി ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. കുട്ടി പെട്ടെന്ന് തോട്ടുവക്കത്തേക്ക് പോയത് വീട്ടിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാന്തിന്റെ മൃതദേഹം ബാവലിപ്പുഴയുടെ അണുങ്ങോട് ഭാഗത്ത് കണ്ടെത്തി. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതായിരുന്നു നിഷാന്ത്. കാസർഗോഡ് 65-കാരി തോട്ടിൽ വീണ് മരിച്ചു. കുട്ലു സ്വദേശി ഭവാനിയാണ് മരിച്ചത്. ഇന്നലെ മുതൽ ഇവരെ കാണാതായിരുന്നു. കനത്ത മഴയിൽ എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങി. ഇതോടെ ഉറിയംപൊട്ടി വെള്ളാരംകുന്ന് ഉന്നതികളും മണികണ്ഠൻചാൽ ഗ്രാമവും ഒറ്റപ്പെടുന്ന സ്ഥിതിയായി. കഴിഞ്ഞ ഒരാഴ്ചകളിൽ 2-3 ദിവസമായി നിരന്തരം ഈ ചപ്പാത്ത് മുങ്ങിക്കിടക്കുകയാണ്. ആളുകൾ നിത്യോപയോഗ സാധനം വാങ്ങാൻ പോലും വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. വാഹനങ്ങൾ കയറി വരുന്നില്ല. പഞ്ചായത്ത് അനുവദിച്ചുള്ള ഒരു കടത്തുവഞ്ചി മാത്രമാണ് ആകെ ഗതാഗത സൗകര്യമായിട്ട് നമുക്കുള്ളത്. എന്തായാലും വളരെ അടിയന്തരമായി ഈ ചപ്പാത്ത് ഉയർത്തിപ്പണിയോ അല്ലെങ്കിൽ ഒരു പാലമായി പണിതു തരുകയോ ചെയ്താൽ മാത്രമാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കപ്പെടുന്നത്. കോഴിക്കോട് വളയം മാഞ്ചാന്തറ വലിയ പറമ്പത്ത് ബാലന്റെ കിണർ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നു. താമരശ്ശേരി ചുരം 9-ാം വളവിൽ അപകടാവസ്ഥയിലായിരുന്ന മരങ്ങൾ മുറിച്ചു നീക്കി. മഴയിൽ കാസർഗോഡ് പടന്നക്കാട് നമ്പിയാർക്കൽ അണക്കെട്ട് കരകവിഞ്ഞു. സമീപ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കാസർഗോഡ് ചെറുവത്തൂർ കുളങ്ങാട് മലയിൽ വിള്ളൽ വീണു. വനഭൂമിയിലാണ് വിള്ളൽ കണ്ടെത്തിയത്. മലയ്ക്ക് താഴെ കഴിയുന്ന 30 കുടുംബങ്ങൾ ആശങ്കയിലാണ്. മഴ തുടരുന്നതിനാൽ നീലിമല വഴിയുള്ള ശബരിമല തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. പാതയിലെ കരിങ്കല്ലുകളിൽ ചവിട്ടുമ്പോൾ തീർത്ഥാടകർ വഴുക്കി വീഴുന്നത് ഒഴിവാക്കാനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ഇവിടെ കുഴഞ്ഞു വീണ തീർത്ഥാടകന് തലയ്ക്ക് പരിക്കേറ്റിരുന്നു. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.